സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ലോഗോസിനായിട്ട് പഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠനമാകമായ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഓരോ ചോദ്യത്തിനും കൂടെ 4 ഓപ്ഷൻസും അതിനുശേഷം ശരിയായ ഉത്തരവും നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ നോട്ട് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇത് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി നമുക്ക് മാറ്റാം. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? ഓപ്ഷൻസ്: എ ജ്ഞാനം, ബി ദൈവഭക്തി, സി സമ്പത്ത്, ഡി ദുഃഖം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവഭക്തി. 2. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 18, ബി 22, സി 20, ഡി 25. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 20. 3. എവിടേക്ക് പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവൻ ആയിരിക്കേണ്ടത്? ഓപ്ഷൻസ്: എ രാജധാനിയിലേക്ക്, ബി ദേവാലയത്തിലേക്ക്, സി മാർക്കറ്റിലേക്ക്, ഡി വീട്ടിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദേവാലയത്തിലേക്ക്. 4. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എന്തുള്ളവനായിരിക്കണം? ഓപ്ഷൻസ്: എ ധൈര്യം, ബി സമ്പത്ത്, സി സൂക്ഷ്മത, ഡി ശക്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൂക്ഷ്മത. 5. എന്തിനു വേണ്ടി അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം? ഓപ്ഷൻസ്: എ ശ്രദ്ധിച്ചു കേൾക്കാൻ, ബി സംസാരിക്കാൻ, സി പ്രാർത്ഥിക്കാൻ, ഡി പഠിപ്പിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ശ്രദ്ധിച്ച് കേൾക്കാൻ. 6. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ആരുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമമായത്? ഓപ്ഷൻസ്: എ ജ്ഞാനിയുടെ, ബി പുരോഹിതന്റെ, സി രാജാവിന്റെ, ഡി വിഡ്ഢിയുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിഡ്ഢിയുടെ. 7. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത് വിഡ്ഢിയുടെ എന്തിനേക്കാൾ ഉത്തമമാണ്? ഓപ്ഷൻസ്: എ പ്രാർത്ഥനയേക്കാൾ, ബി വചനത്തേക്കാൾ, സി ബലിയർപ്പണത്തേക്കാൾ, ഡി സേവനത്തേക്കാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബലിയർപ്പണത്തേക്കാൾ. 8. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് അറിയാത്തത്? ഓപ്ഷൻസ്: എ ഭോഷന്മാർ, ബി ശിഷ്യന്മാർ, സി ജ്ഞാനികൾ, ഡി പ്രവാചകന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭോഷന്മാർ. 9. തങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം എന്താണെന്നാണ് ഭോഷന്മാർ അറിയാത്തത്? ഓപ്ഷൻസ്: എ നന്മയാണെന്ന്, ബി തിന്മയാണെന്ന്, സി സത്യമാണെന്ന്, ഡി ന്യായമാണെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിന്മയാണെന്ന്. 10. സഭാപ്രസംഗകൻ 5:2 പ്രകാരം എങ്ങനെയാണ് സംസാരിക്കരുത് എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: എ ശാന്തമായി, ബി ജ്ഞാനത്തോടെ, സി വിവേകശൂന്യമായി, ഡി സ്നേഹത്തോടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിവേകശൂന്യമായി. 11ാമത്തെ ചോദ്യം: എവിടെ പ്രതിജ്ഞ എടുക്കാനാണ് തിടുക്കം കൂട്ടരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ രാജസന്നിധിയിൽ, ബി കോടതിയിൽ,
സി ജനങ്ങളുടെ മുന്നിൽ, ഡി ദൈവസന്നിധിയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദൈവസന്നിധിയിൽ. 12 ദൈവസന്നിധിയിൽ എന്തെടുക്കുവാനാണ് തിടുക്കം കൂട്ടരുതാത്തത്? ഓപ്ഷൻസ് എ പ്രാർത്ഥന, ബി നേർച്ച, സി പ്രതിജ്ഞ, ഡി തീരുമാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രതിജ്ഞ. 13 ദൈവം എവിടെയാണ്? ഓപ്ഷൻസ് എ സ്വർഗത്തിൽ, ബി ആകാശത്തിൽ, സി ഭൂമിയിൽ, ഡി ദേവാലയത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വർഗത്തിൽ. 14 ദൈവം സ്വർഗത്തിലാണെങ്കിൽ നീ എവിടെയാണ്? ഓപ്ഷൻസ് എ സ്വർഗത്തിൽ, ബി ഭൂമിയിൽ, സി കടലിൽ, ഡി മലയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂമിയിൽ. 15 ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആയതുകൊണ്ട് നിന്റെ വാക്കുകൾ എന്തായിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ നീണ്ടിരിക്കട്ടെ, ബി ശക്തമായിരിക്കട്ടെ, സി ചുരുങ്ങിയതാകട്ടെ, ഡി ഉയർന്നിരിക്കട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചുരുങ്ങിയിരിക്കട്ടെ. 16ാമത്തെ ചോദ്യം, ആകുലതയേറുമ്പോൾ എന്താണ് കൂടുന്നത്? ഓപ്ഷൻസ് എ സന്തോഷം, ബി ജ്ഞാനം, സി സമ്പത്ത്, ഡി ദുസ്വപ്നങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദുസ്വപ്നങ്ങൾ. 17 എപ്പോഴാണ് ദുസ്വപ്നങ്ങൾ കൂടുക? ഓപ്ഷൻസ് എ സന്തോഷം കൂടുമ്പോൾ, ബി സമ്പത്ത് കൂടുമ്പോൾ, സി ആകുലതയേറുമ്പോൾ, ഡി ഉറക്കം കുറയുമ്പോൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആകുലത ഏറുമ്പോൾ. 18 വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായി മാറുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ മൂഢജൽപ്പനം, ബി പ്രാർത്ഥന, സി ജ്ഞാനം, ഡി സത്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മൂഢജൽപ്പനം. 19 ദൈവത്തിന് എന്ത് നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? ഓപ്ഷൻസ് എ പ്രാർത്ഥന, ബി നേർച്ച, സി വാഗ്ദാനം, ഡി സേവനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നേർച്ച. 20 ആർക്ക് നേർച്ച നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? ഓപ്ഷൻസ് എ സുഹൃത്തുക്കൾക്ക്, ബി ജനങ്ങൾക്ക്, സി ദൈവത്തിന്, ഡി ഗുരുവിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവത്തിന്. 21 ആരിലാണ് അവിടത്തേക്ക് പ്രീതിയില്ലാത്തത്? ഓപ്ഷൻസ് എ ജ്ഞാനികളിൽ, ബി ധനികരിൽ, സി ദരിദ്രരിൽ, ഡി മൂഢരിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൂഢരിൽ. 22ാമത്തെ ചോദ്യം, നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ വാഗ്ദാനം ചെയ്യുക, ബി നേരാതിരിക്കുന്നത്, സി താമസിക്കുക, ഡി മറക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നേരാതിരിക്കുന്നത്. 23 നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്കാണ് നയിക്കാതിരിക്കട്ടെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ പാപത്തിലേക്ക്, ബി ജ്ഞാനത്തിലേക്ക്, സി നന്മയിലേക്ക്, ഡി സന്തോഷത്തിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പാപത്തിലേക്ക്. 24 എന്തിനാണ് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ, എന്താണ് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ കണ്ണുകൾ, ബി കൈകൾ, സി അധരങ്ങൾ, ഡി ചിന്തകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അധരങ്ങൾ. 25 തെറ്റുപറ്റിയതാണെന്ന് ആരോടാണ് പറയാൻ ഇടവരരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ് എ പുരോഹിതനോട്, ബി സുഹൃത്തിനോട്, സി രാജാവിനോട്, ഡി ദൂതനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദൂതനോട്. 26 നിന്റെ വാക്കുകൾ ആരെ പ്രകോപിപ്പിച്ചാലാണ് നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാകുക? ഓപ്ഷൻസ് എ രാജാവിനെ, ബി ദൈവത്തെ, സി സുഹൃത്തിനെ, ഡി ജനങ്ങളെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവത്തെ. 27 എന്ത് കൂടുമ്പോഴാണ് പൊള്ള വാക്കുകൾ വർദ്ധിക്കുക? ഓപ്ഷൻസ് എ സ്വപ്നങ്ങൾ, ബി ധനം,
സി സുഹൃത്തുക്കൾ, ഡി ജ്ഞാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വപ്നങ്ങൾ. 28. സ്വപ്നങ്ങളേറുമ്പോൾ ഉള്ള വാക്കുകളും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് ഭയപ്പെടേണ്ടത്? ഓപ്ഷൻസ്: എ രാജാവിനെ, ബി ഗുരുവിനെ, സി ദൈവത്തെ, ഡി ജനങ്ങളെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവത്തെ. 29ാമത്തെ ചോദ്യം. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ 2ാമത്തെ തലക്കെട്ട് എന്താണ്? ഓപ്ഷൻസ്: എ ജ്ഞാനവും ഭോഷത്വവും, ബി ദാരിദ്ര്യവും സമ്പത്തും, സി സന്തോഷവും ദുഃഖവും, ഡി ജീവനും മരണവും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദാരിദ്ര്യവും സമ്പത്തും. 30ാമത്തെ ചോദ്യം. ഒരു ദേശത്ത് ആരാണ് മർദ്ദിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ ധനികർ, ബി രാജാക്കന്മാർ, സി ജ്ഞാനികൾ, ഡി ദരിദ്രർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദരിദ്രർ. 31. എന്താണ് നിഷ്കരുണം നിഷേധിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ സ്നേഹവും കരുണയും, ബി നീതിയും ന്യായവും, സി ജ്ഞാനവും ബുദ്ധിയും, ഡി സമ്പത്തും മാനവും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീതിയും ന്യായവും. 32. നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ കോപിക്കരുത്, ബി സംസാരിക്കരുത്, സി വിസ്മയിക്കരുത്, ഡി കരയരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിസ്മയിക്കരുത്. 33. മേലധികാരിയെ ആരാണ് നിരീക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ രാജാവ്, ബി ജനങ്ങൾ, സി സുഹൃത്തുക്കൾ, ഡി അവന് മുകളിലുള്ളവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അവന് മുകളിലുള്ളവൻ. 34. എന്തിന്റെ വിളവാണ് എല്ലാവർക്കും ഉള്ളത്? ഓപ്ഷൻസ്: എ കടലിന്റെ, ബി ഭൂമിയുടെ, സി മലയുടെ, ഡി കാടിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂമിയുടെ. 35. രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ സമ്പത്തിൽ, ബി ജനങ്ങളിൽ, സി വിളവിൽ, ഡി സൈന്യത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിളവിൽ. 36. ആർക്കാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരാത്തത്? ഓപ്ഷൻസ്: എ ദ്രവ്യാഗ്രഹിക്ക്, ബി ജ്ഞാനിക്ക്, സി ദരിദ്രന്, ഡി സുഹൃത്തിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ദ്രവ്യാഗ്രഹിക്ക്. 37. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് എന്ത് വരികയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ സന്തോഷം, ബി തൃപ്തി, സി ബഹുമാനം, ഡി സ്നേഹം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൃപ്തി. 38. വിഭവങ്ങൾ ഏറുമ്പോൾ ആരുടെ എണ്ണമാണ് പെരുകുന്നത്? ഓപ്ഷൻസ്: എ സുഹൃത്തുക്കളുടെ, ബി അത് തിന്നൊടുക്കുന്നവരുടെ, സി ജ്ഞാനികളുടെ, ഡി രാജാക്കന്മാരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അത് തിന്നൊടുക്കുന്നവരുടെ. 39. നോക്കി നിൽക്കാനല്ലാതെ ആർക്കാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ദരിദ്രന്, ബി തൊഴിലാളിക്ക്, സി സുഹൃത്തിന്, ഡി ഉടമസ്ഥന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉടമസ്ഥന്. 40. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഓപ്ഷൻസ്: എ സമ്പത്ത്, ബി ബഹുമാനം, സി സുഖനിദ്ര, ഡി ജ്ഞാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്,
സുഖനിദ്ര. 41. എന്ത് ചെയ്യുന്നവനാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഓപ്ഷൻസ്: എ ധനം സമ്പാദിക്കുന്നവന്, ബി അധ്വാനിക്കുന്നവന്, സി രാജാവിന്, ഡി ധനികന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അധ്വാനിക്കുന്നവന്. 42. അമിത സമ്പാദ്യം ആരുടെ ഉറക്കമാണ് കെടുത്തുന്നത്? ഓപ്ഷൻസ്: എ ദരിദ്രന്റെ, ബി രാജാവിന്റെ, സി ധനികന്റെ, ഡി തൊഴിലാളിയുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ധനികന്റെ. 43. എന്താണ് ധനികന്റെ ഉറക്കം കെടുത്തുന്നത്? ഓപ്ഷൻസ്: എ അമിത സമ്പാദ്യം, ബി ദാരിദ്ര്യം, സി രോഗം, ഡി ദുഃഖം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അമിത സമ്പാദ്യം. 44. എന്തിന് കീഴെയാണ് വലിയ തിന്മ കണ്ടത്? ഓപ്ഷൻസ്: എ ചന്ദ്രന്, ബി ആകാശത്തിന്, സി സൂര്യന്, ഡി ഭൂമിക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൂര്യന്. 45. ധനികൻ തന്റെ എന്തിനാണ് മുതൽ സൂക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ സന്തോഷത്തിന്, ബി നാശത്തിന്, സി സുഹൃത്തുക്കൾക്ക്, ഡി സമ്പത്തിനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നാശത്തിന്. 46. ആരാണ് തന്റെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ ദരിദ്രർ, ബി ജ്ഞാനി, സി രാജാവ്, ഡി ധനികൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ധനികൻ. 47. ധനികൻ സൂക്ഷിച്ച മുതലിന് ഒരു സായാഹ്നത്തിൽ എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസ്: എ വർദ്ധിക്കുന്നു, ബി നഷ്ടപ്പെടുന്നു, സി ഇരട്ടിയാകുന്നു, ഡി നിലനിൽക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നഷ്ടപ്പെടുന്നു. 48. ആർക്ക് കൊടുക്കാനാണ് അവന്റെ കൈവശം ഒന്നുമില്ലാതായത്? ഓപ്ഷൻസ്: എ തന്റെ സുഹൃത്തിന്, ബി തന്റെ സഹോദരന്, സി തന്റെ പുത്രന്, ഡി തന്റെ രാജാവിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തന്റെ പുത്രന്. 49. ആരുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് പോലെയാണ് നഗ്നനായി തന്നെ അവൻ പോകുക? ഓപ്ഷൻസ്: എ സഹോദരിയുടെ, ബി അമ്മയുടെ, സി സഹോദരന്റെ, ഡി സുഹൃത്തിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമ്മയുടെ. 40. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ എങ്ങനെയാണ് അവൻ പോകുക? ഓപ്ഷൻസ്: എ സമ്പന്നനായി, ബി നഗ്നനായി തന്നെ, സി സന്തോഷത്തോടെ, ഡി ശക്തനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നഗ്നനായി തന്നെ. 51. അവന്റെ പ്രയത്നത്തിൽ ഒന്നും അവൻ എന്ത് ചെയ്യുകയില്ല? ഓപ്ഷൻസ്: എ പങ്കിടുകയില്ല, സി സൂക്ഷിക്കുകയില്ല, സി നൽകുകയില്ല, ഡി കൊണ്ടുപോകുകയില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊണ്ടുപോകുകയില്ല. 52. എന്താണ് അവൻ കൊണ്ടുപോകാത്തത്? ഓപ്ഷൻസ്: എ ധനം, ബി വസ്ത്രം, സി പ്രയത്നം, ഡി സമ്പത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രയത്നഫലം. 53. പൂരിപ്പിക്കുക. അതും വലിയ ഡാഷ് അവൻ വന്നതുപോലെ തന്നെ പോകും. ഓപ്ഷൻസ്: എ സന്തോഷമാണ്, ബി തിന്മയാണ്, സി ജ്ഞാനമാണ്, ഡി ഭാഗ്യമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിന്മയാണ്. 54. പൂരിപ്പിക്കുക. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും ഡാഷ് ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം? ഓപ്ഷൻസ്: എ സന്തോഷത്തിലും, ബി സമാധാനത്തിലും, സി വിലാപത്തിലും, ഡി പ്രതീക്ഷയിലും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിലാപത്തിലും. 55. ദൈവദത്തമായി എന്താണ് മനുഷ്യൻ തിന്നും കുടിച്ചും കഴിയുന്നത്? ഓപ്ഷൻസ്: എ ദീർഘജീവിതം, ബി ഈ ഹ്രസ്വജീവിതം, സി സമ്പത്ത്, ഡി ജ്ഞാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈ ഹ്രസ്വജീവിതം.
56. എന്ത് ആസ്വദിച്ചു കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗകൻ കണ്ടിട്ടുള്ളത്? ഓപ്ഷൻസ്: എ സമ്പത്ത്, ബി ധനം, സി അധ്വാനഫലം, ഡി സുഹൃത്തുക്കൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അധ്വാനഫലം. 57. എന്ത് അനുഭവിക്കാനുള്ള കഴിവ് നൽകിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുക? ഓപ്ഷൻസ്: എ ജ്ഞാനവും ബുദ്ധിയും, ബി സമ്പത്തും സമൃദ്ധിയും, സി സ്നേഹവും കരുണയും, ഡി ശക്തിയും ധൈര്യവും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമ്പത്തും സമൃദ്ധിയും. 58. ഓരോ വ്യക്തിയും തൻ്റെ എന്തിനെയാണ് മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ കുടുംബത്തെ, ബി അവസ്ഥയെ, സി സുഹൃത്തുക്കളെ, ഡി സമ്പത്തിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അവസ്ഥയെ. 89. ജീവിതത്തിന് എന്ത് കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് അവൻ പര്യാകുലനല്ലാത്തത്? ഓപ്ഷൻസ്: എ വർഷങ്ങൾ, ബി ദിനങ്ങൾ, സി മാസങ്ങൾ, ഡി സമയങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദിനങ്ങൾ. അവസാന ചോദ്യം 60. ദൈവം അവന്റെ ദിനങ്ങൾ എന്താക്കി തീർക്കുന്നു? എ സമാധാനഭരിതമാക്കുന്നു, ബി സന്തോഷഭരിതമാക്കുന്നു, സി ദുഃഖഭരിതമാക്കുന്നു, ഡി ശക്തമാക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സന്തോഷഭരിതമാക്കുന്നു. ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 125 രൂപയാണ് ഈ മാതൃക ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില. മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജായ 50 രൂപ ഉൾപ്പെടെ 175 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇടവക തലത്തിൽ 25 കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് 125 രൂപ വില വരുന്ന ഈ ബുക്ക് 100 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും. ബുക്കിൻ്റെ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.